ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ലിങ്കേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലിങ്കേജ് എന്താന്ന് നമുക്ക് നോക്കാം. ലിങ്കേജ് എന്ന് പറഞ്ഞാല് ഒരേ ക്രോമസോമില് ഒക്യുപ്പൈ ചെയ്യുന്ന രണ്ട് ജീനുകളുണ്ട്. ഒരു ക്രോമസോമിൽ തന്നെ ജീനുകൾ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരേ ക്രോമസോമില് ഒക്യുപ്പൈ ചെയ്യുന്ന രണ്ട് ജീനുകൾ ഉണ്ടെങ്കിൽ ആ ജീനുകൾ തമ്മിൽ ഒരു മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ മ്യൂച്വൽ അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കും. ആ മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കാം കേട്ടോ. ഞാൻ ഇതിന്റെ കേസർ മൂവ് ചെയ്യുന്ന ഡയഗ്രം, ഫസ്റ്റ് ഡയഗ്രം നോക്കിയാല് ആ ക്രോമസോമില് ഞാൻ രണ്ട് ജീനുകൾ വരച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ ജീനും ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ജീനും ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ജീനും വരച്ചിട്ടുണ്ട്. ആ എയും ബിയും തമ്മിൽ മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ആരോ മാർക്കിട്ട് റെപ്രസെന്റ് ചെയ്തത്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിങ്കേജ്. ഇനി സെക്കൻഡ് ഡയഗ്രം എടുത്ത് നോക്കാം. അതിലും ഉണ്ട് എ എന്ന് പറഞ്ഞ ജീൻ, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ജീനുണ്ട്, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ജീനുണ്ട്. അവര് തമ്മിലും ഒരു മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ലിങ്കേജ് എന്ന് വിളിക്കാം. പക്ഷെ ഫസ്റ്റ് ഡയഗ്രം എടുത്താൽ അവിടെ എന്റെയും ബിന്റെയും അടുത്തുള്ള ഡിസ്റ്റൻസ് സെക്കൻഡ് ഡയഗ്രത്തിലെ എന്റെയും ബിന്റെയും ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പം ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയും തോറും അവര് തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ലിങ്കേജിന്റെ പവറും കൂടും. ഓക്കെ, ഇതാണ് ലിങ്കേജ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഈ ലിങ്കേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആദ്യമായി കണ്ടെത്തിയത് T.H. മോർഗൻ അഥവാ തോമസ് ഹണ്ട് മോർഗൻ ആണ്. തോമസ് ഹണ്ട് മോർഗൻ മാത്രമല്ല, തോമസ് ഹണ്ട് മോർഗനും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയ ആൽഫ്രഡ് ഹെൻറി സ്റ്റുഡ്വെന്റ് ആൻഡ് കാൽവിൻ ബ്രിഡ്ജസ് എന്ന് പറയുന്ന രണ്ടുപേരും കൂടെ തോമസ് ഹണ്ട് മോർഗന്റെ കൂടെ ഉണ്ട്. അവര് ഡ്രോസോഫില എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈ, ആ ഫ്രൂട്ട് ഫ്ലൈയില് ഒരു വർക്ക് ചെയ്യുമ്പോൾ ആക്സിഡന്റൽ ആയിട്ട് കണ്ടെത്തിയതാണ് ഈ ലിങ്കേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. പക്ഷെ അവർക്ക് അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ജീനുകൾക്കിടയിൽ ലിങ്കേജ് എന്നുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്തത് പിന്നീട് വന്ന മൂന്ന് പേരാണ്. ഓക്കെ, അത് 1905. ഓക്കെ, അപ്പം the concept of linkage was given by Thomas Hunt Morgan and his student Alfred Henry Stuyvesant and Calvin Bridges. Later, this linkage was scientifically proved by Bateson, Punnett and Edith Rebecca Saunders. മൂന്ന് പേരാണ്, വില്യം ബേറ്റ്സൺ, റെജിനാൾഡ് സി പണ്ണറ്റ് ആൻഡ് എഡിത്ത് റെബേക്ക സാൻഡേഴ്സ്. ഈ മൂന്ന് പേര് ചേർന്നിട്ടാണ് 1905 ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തത്. അവർ പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്ത എക്സ്പെരിമെന്റൽ പ്ലാന്റ് സ്വീറ്റ് പീ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഓക്കെ, അവര് ആ പ്ലാന്റിൽ ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പം രണ്ട് ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് അവർ ക്രോസ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ജനറ്റിക്സിൽ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. അപ്പൊ ആ ഡൈഹൈബ്രിഡ് ക്രോസിൽ അവർ യൂസ് ചെയ്ത അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത രണ്ട് ക്യാരക്ടർ, ഒന്ന് ഈ പീ പ്ലാന്റിന്റെ, സ്വീറ്റ് പീന്റെ പീ പ്ലാന്റിന്റെ ഫ്ലവർ കളർ എടുത്തത്. ഫ്ലവർ കളർ എടുത്താല് ഡോമിനന്റ് ഫ്ലവർ കളർ ആണ് പേർപ്പിൾ കളർ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അലിയിൽ ക്യാപിറ്റൽ പി എന്നാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയ ആൾക്കാർ കൊടുത്തത്, ക്യാപിറ്റൽ പി. അതുപോലെ തന്നെ റെസസീവ് ക്യാരക്ടർ ആണ് റെഡ് ഫ്ലവർ കളർ, അതിനെ സ്മോൾ പി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഷേപ്പ് ഓഫ് പോളൻ ഗ്രെയിന്റെ ഷേപ്പ്, രണ്ടാമത്തെ ക്യാരക്ടർ, ഒന്ന് ഫ്ലവർ കളർ, രണ്ട് ഷേപ്പ് ഓഫ് പോളൻ ഗ്രെയിൻ. അത് ഡോമിനന്റ് ഷേപ്പ് ആണ് ലോങ് പോളൻ, ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്ത്. റെസസീവ് ക്യാരക്ടർ ആണ് റൗണ്ട് പോളൻ, സ്മോൾ എൽ എന്നും കൊടുത്ത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് പോളന് ക്യാപിറ്റൽ എല്, റൗണ്ട് പോളന് സ്മോൾ എൽ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, എന്ത് ലെറ്ററും കൊടുക്കാൻ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ പി സ്മോൾ പിനേക്കാൾ ഡോമിനന്റ് ആണ്, ക്യാപിറ്റൽ എല് സ്മോൾ എല്ലിനേക്കാൾ ഡോമിനന്റ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. സോ experimental proof of linkage was given by
Reginald C. Punnett, William Bateson, and Edith Rebecca Sanders in 1905. They used sweet pea as experimental plant, and they consider flower color and shape of pollen grain for their dihybrid cross. Here, capital P for purple flower color and small p for red flower color, like that. Capital L for long pollen and small l for round pollen. Here capital letter is dominant over small letter. Okay. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് എന്താ നോക്കാം അല്ലേ? അപ്പൊ അവര് ചെയ്ത കാര്യം ഇതാണ്. സാധാരണ നമ്മൾ നോർമലി ഇൻ ഡൈഹൈബ്രിഡ് ക്രോസ് we will get 9:3:3:1 ratio. That is നമുക്കറിയാം അതെപ്പോഴും അങ്ങനെയാണ് കിട്ടുക. അത് നമ്മൾ എപ്പോഴും ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചതാണ്. ഇനി നമ്മൾ ഇവിടെ ക്രോസ് ചെയ്തപ്പം ലിങ്കേജ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്താൻ കാരണമായ ക്രോസിന്റെ ഡീറ്റെയിൽസ് എന്താ നോക്കാം. ഇവിടെ നോക്കാം. ഇവർ ചെയ്ത കാര്യം ഈ ഡയഗ്രത്തിന് മുന്നിൽ ഞാൻ ക്രോസ് കാണിക്കാം. കണ്ടോ, ഇവിടെ ഞാൻ എടുത്തത് ക്യാപിറ്റൽ പി എന്നുള്ള ലെറ്റർ പേർപ്പിളിനും ഓക്കെ അല്ലെ, സ്മോൾ പി റെഡിനും എടുത്തു. ഇവിടെ ക്യാപിറ്റൽ ആർ ആണ് ഞാൻ എന്തെടുത്തത്, ലോങ് പോളൻ. അതുപോലെ സ്മോൾ ആർ ആണ് റൗണ്ട് പോളൻ എടുത്ത്. ഞാൻ ഇവിടെ എൽ എടുത്തിട്ടില്ല. നേരത്തെ സ്ലൈഡ് ഞാൻ എല്ലാം എടുത്ത്, ഞാൻ എല്ലിന് പകരം ക്യാപിറ്റൽ ആർ എടുത്ത്. അത് ഏതും എടുക്കാം. ഇവിടെ ചെയ്ത കാര്യം ക്യാപിറ്റൽ പി ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ എന്നുള്ള ജീനോടൈപ്പ്, അതാണ് പർപ്പിൾ ലോങ്, ഫുൾ ഹോമോസൈഗസ് ആണ്, ഡബിൾ ഹോമോസൈഗസ് ആണ്. രണ്ടാമത്തെ പാരന്റ് റെഡ് ആൻഡ് റൗണ്ട്. റെഡിന് സ്മോൾ പി എന്ന് കൊടുത്ത്, റൗണ്ട് പോളിന് സ്മോൾ എൽ എന്നാണ് നേരത്തെ സ്ലൈഡ് കൊടുത്ത്. ഞാൻ എല്ലിന് പകരം ആറാ കൊടുത്തത്, സ്മോൾ ആർ. ഓക്കെ, ക്രോസ് ചെയ്തു. ശരിക്കും ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ ആണെന്നാണെങ്കിലും ശരിക്കും അത് എഴുതൽ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെയാണ്, ക്രോമസോമിലാണ് കിടക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് ക്രോമസോമിൽ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ, സെക്കൻഡ് ക്രോമസോമിൽ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ എന്ന് എഴുതുന്നത്. ശരിക്കും രണ്ടാമത്തെ ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. ഈ സ്മോൾ പി സ്മോൾ ആർ എങ്ങനെ എഴുതിയേ, ഫസ്റ്റ് ക്രോമസോമിൽ സ്മോൾ ആർ, സെക്കൻഡ് ക്രോമസോമിൽ സ്മോൾ ആർ. കണ്ടോ, ഇവരിൽ ഗാമീറ്റ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് പാരന്റിലെ ഗാമീറ്റ് ഏതായിരിക്കും, ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ. അതെങ്ങനെ വന്നതാ, ഗാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലെ രണ്ട് ക്രോമസോമും ഒന്നിലേക്ക് വരില്ല, ഒരു ക്രോമസോമേ ഒരു ഗാമീറ്റിലേക്ക് വരുള്ളൂ. അപ്പൊ ഈ ഒന്നാമത്തെ ക്രോമസോം അതുപോലെ ഗാമീറ്റിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് പാരന്റ് എടുത്ത, രണ്ടാമത്തെ പാരന്റ് എടുത്ത, അതിലും ഗാമീറ്റ് ഉണ്ടായി. കണ്ടോ, ആ സ്മോൾ പി സ്മോൾ ആർ എന്നുള്ള ക്രോമസോം നേരെ ഗാമീറ്റിലേക്ക് കിട്ടി. കണ്ടോ, അങ്ങനത്തെ ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി. അപ്പൊ അതിന്റെ ക്രോമസോം എഴുതുമ്പോൾ അങ്ങനെ എഴുതാ, രണ്ട് ക്രോമസോം വരച്ചിട്ട് ഒന്നാമത്തെ ക്രോമസോം ഇതുപോലെ ഇതാ, ഈ കേസർ മൂവ് ചെയ്യുന്ന പോലെ ഒന്നാമത്തെ ക്രോമസോം ഇതാണ്, രണ്ടാമത്തെ ക്രോമസോം ഇതാ, ഇതിലൊരു ക്രോമസോമും ഇതിലൊരു ക്രോമസോമും ഗാമീറ്റ് വഴി ഫ്യൂസ് ചെയ്തപ്പോഴാണ് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടിയത്. അപ്പൊ F1 ഏതാണ്, പർപ്പിൾ ലോങ് ആണ്. നമ്മൾ ഈ F1 സെൽഫ് ചെയ്യാണ്. F1 സെൽഫ് ചെയ്ത് കണ്ടോ, ഈ പർപ്പിൾ ലോങ്ങിനെ കണ്ടെ ക്രോസ് ചെയ്യിപ്പിച്ച് കണ്ടോ, താഴെ കാണാം. അപ്പം ഇതില് എത്ര ഗാമീറ്റ് ഉണ്ടായി നോക്കിയേ, 4 ഗാമീറ്റ് ആണ് ഉണ്ടായത്. അതെങ്ങനെ ഉണ്ടായെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ലിങ്കേജിന്റെ കൺസെപ്റ്റ്. കണ്ടോ, ഒന്നാമത്തെ ഗാമീറ്റ് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ, അത് ഞാൻ ടിക്ക് ഇട്ടണ്. അതെങ്ങനെ വെച്ചാൽ ഈ ക്രോമസോം ഈ കേസർ ഒന്നാമത്തെ ക്രോമസോം നേരെ ഗാമീറ്റിലേക്ക് കിട്ടിയതാണ്, ഒരു വ്യത്യാസം വന്നിട്ടില്ല. രണ്ടാമത്തെ കണ്ടോ, സ്മോൾ പി സ്മോൾ ആർ, അതെങ്ങനെ വന്നതാ, ഈ രണ്ടാമത്തെ ക്രോമസോം നേരെ ഗാമീറ്റിലേക്ക് വന്നതാണ്. എന്നാൽ താഴത്തെ കണ്ടത് ഞാൻ ടിക്ക് ഇട്ടിട്ടില്ല. അതെങ്ങനെ വന്ന് നോക്കാം. ക്യാപിറ്റൽ പി സ്മോൾ ആർ എന്നാണ്. അത് ഈ പാരന്റിന്റെ ജീനോടൈപ്പിൽ ഉണ്ടോ, ഈ ക്രോമസോമിൽ ഉണ്ടോ, ഇല്ല. അതെങ്ങനെ വന്നതാ, ഒന്നാമത്തെ ക്രോമസോമിൽ ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ ആർ ആണ്. അവിടെ എന്താ സംഭവിച്ചത്, ഫസ്റ്റ് ക്രോമസോമിലെ താഴെയുള്ള ക്യാപിറ്റൽ ആർ നിൽക്കുന്ന ക്രോമസോമിന്റെ കഷ്ണം ഉണ്ടല്ലോ, അത് തൊട്ടടുത്തുള്ള സ്മോൾ ആർ എന്നുള്ള ക്രോമസോം നിൽക്കുന്ന കഷ്ണവും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത്, അഥവാ ക്രോസിംഗ് ഓവർ നടക്കുമ്പോ ഈ രണ്ടാമത്തെ ക്രോമസോമിലെ സ്മോൾ ആർ ഇപ്പുറത്തേക്ക് വന്ന് ക്യാപിറ്റൽ ആർ നിൽക്കുന്നിടത്തേക്ക് വന്ന്, ക്യാപിറ്റൽ ആർ എങ്ങോട്ടേക്ക് പോയി, സ്മോൾ ആർ നിൽക്കുന്നിടത്തേക്കും പോയി. അപ്പൊ നമുക്ക് എന്താ കിട്ടി, ക്യാപിറ്റൽ പി സ്മോൾ ആർ എന്നുള്ള ക്രോമസോം കിട്ടി, സ്മോൾ പി ക്യാപിറ്റൽ ആർ എന്നുള്ള ക്രോമസോം കിട്ടി. അപ്പൊ അവസാനത്തെ രണ്ട് ഗാമീറ്റ് എങ്ങനെ കിട്ടിയതാ, ക്രോസിംഗ് ഓവറിന്റെ റിസൾട്ട് ആയി കിട്ടിയതാണ്. അതേ മെക്കാനിസം ആണ് ഇപ്പോഴും നടക്കുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം പാരന്റൽ ടൈപ്പ് ആണ്, ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ, സ്മോൾ പി സ്മോൾ ആർ എന്നുള്ള ഗാമീറ്റ് ആണ്. ബാക്കി രണ്ടെണ്ണം ക്രോസിംഗ് ഓവർ നടന്നപ്പോ കിട്ടിയതാണ്.
ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ 4 ഗാമീറ്റ് 2 പാരന്റിലും ഉണ്ടായി കഴിഞ്ഞാൽ, ഇങ്ങനെ 4 ഗാമീറ്റ് ഈക്വൽ പ്രപ്പോർഷൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 4 ഗാമീറ്റും ഒരേ അളവിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെക്കർ ബോർഡ് വരച്ച് അഥവാ പണ്ണറ്റ് സ്ക്വയർ വരച്ച് നോക്കുമ്പോൾ നമുക്ക് 16 ടൈപ്പ് പ്രോജനി കിട്ടും. അതിന്റെ റേഷ്യോ ആണ് 9:3:3:1. നമ്മുടെ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 4 ഗാമീറ്റും ഈക്വൽ ഫ്രീക്വൻസി ഒരേ നമ്പറിൽ വന്നാൽ, 4 ഗാമീറ്റും ഉണ്ടായിട്ട് കാര്യമില്ല, 4 നമ്പറും 4 ഗാമീറ്റും ഒരേ എണ്ണം ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ, ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് 9:3:3:1 റേഷ്യോ ചെക്കർ ബോർഡ് വരച്ചാൽ കിട്ടും. 4 ഗാമീറ്റ് ഒരു സൈഡിലും അടുത്ത 4 ഗാമീറ്റ് വേറെ സൈഡിലും വരച്ചാൽ. പക്ഷേ ഇവിടെ ഈ എക്സ്പെരിമെന്റില് കാൽവിൻ ബ്രിഡ്ജും റെജിനാൾഡ് സി പണ്ണറ്റും എഡിറ്റ് ബേക്കർ സോണ്ടേഴ്സും 1905 ചെയ്ത ഈ എക്സ്പെരിമെന്റിൽ എന്താ സംഭവിച്ചേ? അവർക്ക് 9:3:3:1 റേഷ്യോ കിട്ടിയില്ല. കാരണം എന്താ വെച്ചാല്, ഇങ്ങനെ 4 ഗാമീറ്റും ഒരേ എണ്ണം ഒരേ അളവിൽ കിട്ടണമെങ്കിൽ ഇവിടെ ജീനുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ പാടില്ല. ഈ ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ ആറും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ ആറും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ഉണ്ടായത് കൊണ്ട് ജീനുകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അഥവാ ലിങ്ക്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലിങ്കേജ് കാണിക്കുന്നുണ്ടെങ്കിൽ, അവർക്കിടയിലുള്ള ക്രോസിംഗ് ഓവറിന്റെ എണ്ണവും കുറയും. ജീനുകൾ തമ്മിൽ ലിങ്ക്ഡ് ആണെങ്കിൽ അവർ വേറിട്ട് പോകാം, അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കാനേ ശ്രമിക്കുള്ളൂ. ജീനുകൾ തമ്മിൽ ലിങ്ക്ഡ് ആണെങ്കിൽ അവർക്കിടയിലുള്ള ക്രോസിംഗ് ഓവറിന്റെ അളവ് കുറയും. ക്രോസിംഗ് ഓവർ തീരെ ഉണ്ടാവില്ല എന്നല്ല, ക്രോസിംഗ് ഓവറിന്റെ അളവ് കുറയും. അങ്ങനെ ക്രോസിംഗ് ഓവറിന്റെ അളവ് ഇവിടെ കുറഞ്ഞു. എന്തുകൊണ്ട്? ജീനുകൾ തമ്മിൽ ലിങ്ക്ഡ് ആണ്, പിയും ആറും ലിങ്ക്ഡ് ആണ്. അങ്ങനെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ക്യാപിറ്റൽ പി ആർ സ്മോൾ പി സ്മോൾ ആർ എന്നുള്ള ആദ്യത്തെ ഞാൻ ടിക്കറ്റ് 2 ഗാമീറ്റ് ഉണ്ടല്ലോ, അത് കൂടുതലായി ഉണ്ടാവും. എന്നാൽ ക്യാപിറ്റൽ പി അവസാനം പറഞ്ഞ 2 ഉണ്ടല്ലോ, ക്യാപിറ്റൽ പി സ്മോൾ ആർ സ്മോൾ പി ക്യാപിറ്റൽ ആർ, അതിന്റെ അളവ് കുറവായിരിക്കും. കാരണം ജീനുകൾ തമ്മിൽ ലിങ്ക്ഡ് ആണ്, ക്രോസിംഗ് ഓവർ കുറയും. അപ്പൊ പാരന്റൽ ടൈപ്പ് ഗാമീറ്റ് മേലത്തെ ടിക്കറ്റ് 2 ഇതിന്റെ എണ്ണം കൂടും, ഇതിന്റെ എണ്ണം കുറയും. അതുകൊണ്ട് നമുക്ക് 9:3:3:1 കിട്ടൂല. 9:3:3:1 കിട്ടണമെങ്കിൽ എല്ലാ ഗാമീറ്റും ഒരേ എണ്ണം ഉൽപ്പാദിപ്പിക്കണം, അപ്പോഴേ 9:3:3:1 കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ 9:3:3:1 കിട്ടാത്ത സാഹചര്യം വന്നപ്പോഴാണ് മനസ്സിലായത് ജീനുകൾ തമ്മിൽ ലിങ്ക്ഡ് ആണ്. ഇങ്ങനെയാണ് ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തത്. കണ്ടോ, ഞാനിവിടെ ക്യാപിറ്റൽ എല്ലിന് പകരം ക്യാപിറ്റൽ ആർ ആണ് എടുത്തത്, സ്മോൾ എല്ലിന് പകരം സ്മോൾ ആർ ആണ് എടുത്തത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ ഇവർക്ക് കിട്ടിയ നോക്കാം. ഉണ്ടോ, അവര് ക്രോസ് ചെയ്തോ, പർപ്പിളും ലോങ്ങും ക്രോസ് ചെയ്ത്, ആരുമായിട്ട്? റെഡും റൗണ്ടുമായി ക്രോസ് ചെയ്ത്. കണ്ടോ, അപ്പൊ അവർക്ക് F1 എല്ലാം പർപ്പിൾ ലോങ്ങാ കിട്ടിയ, ഇവിടെ കിട്ടിയ മാതിരി പർപ്പിൾ ലോങ്ങാ കിട്ടിയ. കണ്ടോ, ഇനി അതിനെ സെൽഫ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ റേഷ്യോ കണ്ടോ? അവർക്ക് സെൽഫ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ റേഷ്യോ എത്ര? ഇതാ 9:3:3:1 പകരം 284:21:21:55 ആണ്. 9:3:3:1 ആണെങ്കിൽ കിട്ടേണ്ട റേഷ്യോ എത്ര അറിയോ? 216:72:72:24. ഈ വലതുഭാഗത്ത് നോക്കിയാൽ കാണാം. വലതുഭാഗത്ത് എന്റെ ഇമേജ്, എന്റെ വീഡിയോന്റെ താഴെ ഭാഗത്തൊരു കോളം ഉണ്ട്. കണ്ടോ, ആ കോളത്തിൽ കാണാം. ഇത് 9:3:3:1 ആണ്. ഈ F2 കിട്ടണമെങ്കിൽ അതിന് കിട്ടേണ്ട എണ്ണതാണ് 216:72:72:24. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഡാറ്റനെ ഈ 216-നെയും 72-നെയും 72-നെയും 24-നെയും എല്ലാത്തിനും 24 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും 9:3:3:1. അപ്പൊ 9:3:3:1 റേഷ്യോ ആണ്. അപ്പൊ 4 ഗാമീറ്റും ഒരേ അളവിൽ ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടേണ്ടത് 9:3. പക്ഷെ ഇവിടെ കിട്ടിയത് 284:21:21:50. അത് 9:3:3:1 അല്ല. ഇവിടെ 284 എന്ന് പറഞ്ഞാൽ പാരന്റൽ ടൈപ്പ് ആ, ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചാണെങ്കിൽ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ആർ ആണിത്. 55 ഏതാ? സ്മോൾ പി സ്മോൾ എൽ, അല്ലെങ്കിൽ എന്റെ നേരത്തെ ക്രോസ് വെച്ചാണെങ്കിൽ സ്മോൾ പി എല്ലിന് പകരം സ്മോൾ ആർ. കണ്ടോ, ഇവിടെ 284 55 ഏതാണ്? പാരന്റൽ ടൈപ്പ് ആണ്. എന്നാൽ 21 ഏതാണ്? അത് ക്രോസിംഗ് ഓവർ ഉണ്ടാകുന്ന ടൈപ്പാ. കണ്ടോ, അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ട ജീനുകൾ തമ്മിൽ ലിങ്ക്ഡ് ആയതുകൊണ്ടാണ് 9:3:3:1 സമാനമായി 216:72:72 എന്ന് കിട്ടാത്തത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കി? ജീനുകൾ തമ്മിൽ ലിങ്ക്ഡ് ആണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെയാണ് 1905 ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തത്. ഓക്കെ.